മഹാകവി കെ.വി. സൈമൺ മലയാള മഹാകവികൾക്കിടയിൽ ഒറ്റപ്പെട്ടതെങ്കിലും തനതായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ വേദവിഹാരം മഹാകാവ്യം സാധാരണ മഹാകാവ്യങ്ങളുടെ വ്യവസ്ഥാപിതമായ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച ഒന്നാണ്. 1931 പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ കാവ്യം മഹാകാവ്യ പാരമ്പര്യത്തെ അതിലെ വൃത്തസ്വീകാരം കൊണ്ട് തന്നെ ആദ്യമേ നിഷേധിക്കുന്നുണ്ട്. മഹാകവി കെ.വി. സൈമൺ ബൈബിളിൽ അഗാധ പാണ്ഡിത്യമുള്ള ബഹുമുഖ പ്രതിഭ. വേദവിഹാരം ഉൽപ്പത്തി പുസ്തകത്തെ അടിസ്ഥാനമാക്കി കെ.വി. സൈമൺ രചിച്ച മഹാകാവ്യം. സാധാരണഗതിയിൽ സംസ്കൃത വൃത്തങ്ങളിലാണ് ലക്ഷണമൊത്ത മഹാകാവ്യങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വേദവിഹാരം ഗാനാത്മകമായ ദ്രാവിഡ വൃത്തങ്ങളിലാണ് വിരചിതമായിരിക്കുന്നത്. മഹാകാവ്യത്തിൻ്റെ മുഖവുരയിൽ അദ്ദേഹം തൻ്റെ കാവ്യരചനയുടെ ഉദ്ദേശ്യം വളരെ പ്രകടമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, താൻ ജനിച്ചു വളർന്ന ക്രൈസ്തവ സമൂഹം സാംസ്കാരിക രംഗത്ത് വളരെ പിന്നോക്കം നിൽക്കുന്നു. അതിൻ്റെ കാരണം എഴുത്തച്ഛൻ്റെ രാമായണ ഭാരതങ്ങൾ പോലെ അനുദിന പാരായണത്തിന് ഉതകുന്ന വിധത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൻ്റെ ഗാനാത്മക രചനകൾ ഭാഷയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് രണ്ട് ദോഷമാണ് ഉണ്ടാകുന്നത്. ഒന്ന്, വായിച്ചു വളരേണ്ടവർക്കും മറ്റൊന്ന് എഴുതി വളരേണ്ടവർക്കും. വായിച്ചു വളരേണ്ടവർക്ക് തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തെ ബാല്യകാലം മുതലേ പരിചയപ്പെടുന്നതിനുള്ള അവസരം ഇതുവഴി നഷ്ടപ്പെടുന്നു. എഴുതി വളരേണ്ടവർക്കാവട്ടെ വ്യക്തമായ ബൈബിൾ പരിചയത്തിൻ്റെ അഭാവം മൂലം അവരുടെ സർഗാത്മക സിദ്ധിക്ക് ആധ്യാത്മിക ഉന്മുഖവും സാംസ്കാരിക സമ്പന്നവുമായ ഒരു വികാസം കൈവരാതെ പോകുന്നു. അവരുടെ കവിത്വവാസനയ്ക്ക് സഞ്ചരിക്കുന്നതിനുള്ള ആധ്യാത്മിക വഴികൾ രൂപപ്പെടാതെ പോകുന്നു. അവരുടെ രചനകൾക്ക് വായനക്കാരുടെ വൈമുഖ്യ നിമിത്തം വേണ്ടത്ര ആസ്വാദകരില്ലാതെ പോവുകയും അവരുടെ രചനാ ശേഷി അകാലത്തിൽ കെട്ടുപോവുകയും ചെയ്യും. പണ്ഡിത കവയ എന്ന് സംസ്കൃതത്തിലൊരു പ്രമാണമുണ്ട്. അതായത് പണ്ഡിതന്മാരായ കവികളാണ് യഥാർത്ഥ കവികൾ എന്ന്. ഇത് പറയുമ്പോൾ സമകാലിക സാഹിത്യ ആസ്വാദകരും കാവ്യ ഉപാസകരും തെറ്റിദ്ധരിച്ചേക്കാനിടയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പാണ്ഡിത്യം കവികൾക്ക് ഒരു പ്രതിബന്ധമാണ് എന്നുവരെ ധരിച്ചിരിക്കുന്ന ആളുകൾ പലരുമുണ്ട്. അത് ശരിയല്ല എന്ന് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മഹാകവികളുടെ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നതും അങ്ങനെയാണ്. കാളിദാസനും ഭാസനും തുടങ്ങിയുള്ള ഭാരതീയ കവികളും മിൽട്ടനും ഷേക്സ്പിയറും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ കവികളുമൊക്കെ നലം തികഞ്ഞ പണ്ഡിതന്മാരായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ മറക്കരുത്. സ്വർണത്തിന് സൗരഭ്യം കൂടി ഉണ്ടായാൽ എന്തൊരു മികവാണോ ഉണ്ടാകാവുന്നത്, അതുതന്നെയാണ് വാസന സമ്പത്തിനോടൊപ്പം കവികൾക്ക് പാണ്ഡിത്യം കൂടി ഉണ്ടായാൽ ഉണ്ടാകാവുന്ന അനുഭവം എന്ന് ഒരു പഴയ ശൈലി കടമെടുത്ത് ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ വസ്തുതകൾ കെ.വി. സൈമണിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായും യോജിക്കുന്നതാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. പൊതുവെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുള്ള കവികൾ പലപ്പോഴും ഭാരതത്തിൻ്റെ സംസ്കാര സമ്പത്തിലും ഭാരതത്തിൻ്റെ ദാർശനിക പാരമ്പര്യത്തിലുമൊക്കെ വേണ്ടത്ര താല്പര്യം പ്രകടിപ്പിക്കാത്തവരാണെന്നും അതിൻ്റെ അഭാവം കൊണ്ട് അവരുടെ രചനകൾ ഉൾക്കനം കുറഞ്ഞവയാണ് എന്നും പൊതുവെ ഒരു ആരോപണമുണ്ട്. ഇതിനൊരു അപവാദമായിരുന്നു കെ.വി. സൈമൺ. അദ്ദേഹം പറയുന്നത്, തൻ്റെ മേശപ്പുറത്തെ
മിൽട്ടനോടും ഷേക്സ്പിയറോടുമൊപ്പം കാളിദാസനോടും ഭവഭൂതിയോടും ടാഗോറിനോടും ഒപ്പം ബൈബിളും ഋഗ്വേദവും ഖുറാനും എല്ലാം ഇരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക സമ്പത്തിൽ, ആർഷ വിജ്ഞാനത്തിൻ്റെ സമൃദ്ധിയിൽ ആകൃഷ്ടനായി തീർന്ന കവി തന്നെയായിരുന്നു KV സൈമൺ എന്നാണ്. അദ്ദേഹത്തിന് വിജ്ഞാനത്തിൻ്റെ ഒരു മേഖലയും അന്യമായിരുന്നില്ല. സങ്കുചിതമായ വീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയും അദ്ദേഹത്തിൻ്റെ കാവ്യരചനാ കൗതുകത്തെയും പരിമിതപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് സത്യം. ഇതിൻ്റെ സൂചനകൾ വേദവിഹാരം കാവ്യത്തിലുടനീളം നിറഞ്ഞു കിടക്കുകയാണ്. എവിടെ നോക്കിയാലും ഒരു ബഹുമുഖ ശോഭ, ഒരു അന്തർവിജ്ഞാനപരമായ സമൃദ്ധി ആ കാവ്യത്തിൽ നമുക്ക് ഉടനീളം അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ആരംഭം തന്നെ ശ്രദ്ധിക്കുക. ഭാരതീയ പാരമ്പര്യത്തിൽ ആചാര്യ ദണ്ഡി തൻ്റെ കാവ്യാദർശത്തിൽ നൽകുന്ന മഹാകാവ്യ ലക്ഷണം അനുസരിച്ച് ഈശ്വര വന്ദനത്തോടുകൂടിയാണ് KV സൈമൺ തൻ്റെ കാവ്യം ആരംഭിക്കുന്നത്. യാതൊരു കാലത്തെയാണാദിയായി നിർദ്ദേശിപ്പതായതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീതി നീരധിയെ ഞാനാദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കുമാദി കാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ഭാരതീയ കാവ്യ പാരമ്പര്യത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പൊതുവേ നമ്മുടെ മഹാകവികൾ ഏതാണ്ട് ആധുനിക കാലഘട്ടം വരെയും അവർക്ക് ലഭിച്ച കാവ്യ രചന വൈഭവം, അതായത് കവിത്വ സിദ്ധി, കാവ്യോന്മുഖമായ അവരുടെ പ്രതിഭാ വിശേഷം ഒരു ഈശ്വരദാനമാണ് എന്ന് വിശ്വസിച്ചു പോരുകയും ഈശ്വര ആരാധനയോടുകൂടി ഏതു കാവ്യത്തിൻ്റെയും രചന ആരംഭിക്കുകയും അതേ മനോഭാവത്തോടെ അതിൽ തുടർന്ന് പ്രവർത്തിക്കുകയും അപ്രകാരം തന്നെ അത് പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ മനോഭാവം. പൂർവികരായ തൻ്റെ ഗുരുനാഥന്മാരുടെ വഴിയിൽ തന്നെയാണ് KV സൈമണും സഞ്ചരിക്കുന്നത്. അദ്ദേഹം കാവ്യരചനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: നമസ്തേ സർവേശ്വര, നമസ്തേ കൃപാർണവ, നമസ്തേ ദേവദേവ, നമസ്തേ വിശ്വവന്യ, നമസ്തേ നദജനപാലനപരായണ, നമസ്തേ ഭക്തനേത്രബാഷ്പമാർജന വിഭോ. മോശയിൻ നാവിനെ നീ പ്രവൃത്തിക്ഷമമാക്കി, സ്വാശയം കഴുതയെ കൊണ്ടു പറയിച്ചു, ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശയൊന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ, ഊഴിക്കു നിർമ്മാതാവ് ദൈവനിർണയമാകും ആഴവും ബഹുവിധ വ്യാഖ്യാന ഭംഗങ്ങളും ചൂഴുറ്റ ഗഹനാർത്ഥ ശബ്ദമാം തിമികളുമേഴുന്ന വേദമാകുമാഴിയിലാരിറങ്ങും. എങ്കിലും അവിടുത്തെ സാഹ്യമായിടുന്നൊരു തുങ്കമാം പ്ലവയന്ത്രം തന്നിൽ ഞാനിരിക്കുകിൽ, വൻകടലിതിൻ ചില ഭാഗങ്ങൾ വീക്ഷിക്കുവാൻ സങ്കടമെന്നെ സാധിച്ചിടുമില്ലൊരു തർക്കം. വേദവിഹാരത്തിലെ ഇതിവൃത്തം ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ കഥ തന്നെയാണ്. എന്നാൽ അക്കഥ വെറുതെ അവതരിപ്പിക്കുകയോ ആഖ്യാനം ചെയ്യുകയോ മാത്രമല്ല KV സൈമൺ ചെയ്യുന്നത്. മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളിലേക്കും ശാസ്ത്രീയവും ചരിത്രപരവും തത്വചിന്താപരവും ധാർമ്മികവും മൂല്യപരവും ആ എല്ലാ മേഖലകളിലേക്കും ആ കഥയുടെ പ്രതിപാദനത്തിനിടയിൽ ഒരു നോട്ടം അയക്കുന്നതിന്
മഹാകവി എപ്പോഴും ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. വെറുതെ കഥ പറഞ്ഞ് വായിച്ച ആളുകൾ രസിക്കുക എന്നതല്ല, മറിച്ച് ആ കഥയ്ക്കുള്ളിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വങ്ങൾ അത് മനസ്സിൽ ഉൾക്കൊള്ളുന്നതിന് പാകത്തിൽ അവ അവതരിപ്പിക്കുന്നതിലാണ് കവി ശ്രദ്ധ വയ്ക്കുന്നത്. ജീവിതത്തിൻ്റെ ഗൗരവമേറിയ അനുഭവ മേഖലകൾ, ജനനം മുതൽ മരണം വരെ, എന്താണ് ഈ ജീവിതം, ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ്, അതിൻ്റെ ലക്ഷ്യമെന്താണ്, അത് എവിടെ നിന്ന് ആരംഭിക്കുന്നു, എവിടേക്ക് സഞ്ചരിക്കുന്നു, എവിടെ എത്തിച്ചേരുന്നു, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതമെന്ത്, അവിടുത്തെ അനുഭവ മേഖലയെന്ത്, ഇക്കാര്യങ്ങളെപ്പറ്റിയെല്ലാം ദാർശനികവും പുരാണ കഥാപരവുമായ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഉത്തരം പറയുന്നതിന് മഹാകവി ഈ കാവ്യത്തിൽ ശ്രദ്ധ വച്ചിരിക്കുന്നു എന്നതാണ് ഈ കാവ്യത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് ഞാൻ വിചാരിക്കുന്നു. വേദവിഹാരത്തിൽ 50 അധ്യായങ്ങളാണുള്ളത്. അത് ഉൽപ്പത്തി പുസ്തകത്തിലെ അധ്യായങ്ങളുടെ ക്രമം പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലും 50 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായത്തിലെയും കഥ അനുക്രമം അദ്ദേഹം ആഖ്യാനം ചെയ്തു പോകുന്നു. എന്നാൽ ഈ കഥ പറയുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയവും ചരിത്രപരവുമായ വസ്തുതകളെല്ലാം അവയിൽ ഉൾച്ചേർക്കുന്നതിനും കവി ശ്രദ്ധ വയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ വർണ്ണനകളുടെ കാര്യം പറയുമ്പോൾ ഒരു വസ്തുത ശ്രദ്ധിക്കേണ്ടത്, മൂലകഥയുടെ സന്ദർഭങ്ങളെ കാവ്യവൽക്കരിക്കുമ്പോൾ അവയുടെ കേവലമായ അവതരണമല്ല, മറിച്ച് ലാവണ്യാത്മകമായ ബിംബകൽപ്പനകളിലൂടെ അവയെ കാവ്യവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു സമീപനമാണ് കവികൾ സ്വീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുന്നതും വേദവിഹാരം വായിക്കുന്നതും വ്യത്യസ്തമായ 2 അനുഭവങ്ങളായി തന്നെ നിലകൊള്ളേണ്ടതുണ്ട്. കാരണം വേദവിഹാരം വായിക്കുമ്പോൾ അവയിൽ നിന്ന് സാരസ്വതമായ, ലാവണ്യാത്മകമായ അല്ലെങ്കിൽ കലാത്മകമായ ഒരനുഭവം കൂടി അതിൻ്റെ വായനക്കാരന് അല്ലെങ്കിൽ ആസ്വാദകന് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. ഇവിടെ ഒരു വസ്തുത കൂടി ഓർമ്മിക്കാനുള്ളത്, ബൈബിൾ പലപ്പോഴും വായിക്കുക ക്രൈസ്തവർ ആയിരിക്കാം. എന്നാൽ അതിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ച് എഴുതപ്പെടുന്ന ഒരു കാവ്യം അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും വിഭാഗത്തിലുള്ള രചന, നാടകമാവട്ടെ, നോവലാവട്ടെ, കഥയാവട്ടെ, ഹ്രസ്വ കവിതകളാവട്ടെ, പ്രബന്ധങ്ങളാവട്ടെ, എന്തായാലും അത് വായിക്കുന്നത് മതേതരമായ ഒരു സമൂഹമായിരിക്കും. അത്തരത്തിലുള്ളൊരു സമൂഹത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എഴുത്തുകാർ പേന കയ്യിലെടുക്കേണ്ടത്. കെ.വി. സൈമൺ അക്കാര്യത്തിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തെപ്പറ്റിയുള്ള നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. സൃഷ്ടികഥയോടുകൂടി ആരംഭിക്കുന്ന വേദവിഹാരം ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്ന യാക്കോബിൻ്റെയും പിന്നാലെയുള്ള മകൻ പൂർവ്വ യൗസേപ്പിൻ്റെയും മരണത്തോടുകൂടി അവസാനിക്കുന്നു. 50 അധ്യായങ്ങളിൽ 12,000 വരികൾ ഉള്ളതാണ് ഈ കാവ്യം. ഇത് പറയുമ്പോൾ തന്നെ കാവ്യത്തിൻ്റെ വലുപ്പം എത്രയെന്നുള്ളത് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. എന്നെ ആദ്യമേ ആകർഷിച്ചത് വാസ്തവത്തിൽ ഈ കാവ്യത്തിൻ്റെ ശീർഷകമാണ്, വേദവിഹാരം. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ബൈബിളിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ചെടുത്ത ഒരു കൃതിക്ക് എന്തുകൊണ്ടാവാം ഈ മഹാകവി വേദവിഹാരം എന്ന് പേര് കൊടുത്തതെന്നാണ്. കാവ്യം വായിച്ചപ്പോൾ എൻ്റെ സംശയം തീർന്നു. അദ്ദേഹം പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം ഒരു മഹാസാഗരമാണ്. അതിൽ ദൈവത്തിന് മാത്രം അറിയാൻ കഴിയുന്ന ആഴം അടങ്ങിയിരിക്കുന്നു. ബഹുവിധ വ്യാഖ്യാനങ്ങളാകുന്ന തിരകൾ അതിൽ നിരന്തരം അലയടിച്ചു കൊണ്ടിരിക്കുന്നു. അർദ്ധ ശബ്ദങ്ങളാകുന്ന തിമികൾ എപ്പോഴും അതിൽ തിമിർത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ അസാധാരണമായ ഒരു അനുഭവ മേഖല സമ്മാനിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ഒരു സാഗരമാണ്. ആ സാഗരത്തിൽ സഞ്ചരിക്കുന്നതിന് ദൈവത്തിൻ്റെ കാരുണ്യമാകുന്ന ഒരു വഞ്ചി ആവശ്യമുണ്ട്.
എനിക്ക് ആ വഞ്ചി കരഗതമായാൽ ഞാൻ അതിൽ സഞ്ചരിച്ച് ഈ മഹാസാഗരത്തെ മുഴുവനും എൻ്റെ വാക്കുകളിൽ പകർന്ന് വയ്ക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. ഈ വേദത്തിലൂടെ വിഹരിക്കുക, സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ വിശുദ്ധ ഗ്രന്ഥമാകുന്ന വേദത്തിലൂടെ വിഹരിക്കുക, അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യം. വേദമെന്ന വാക്കിനുമുണ്ട് സവിശേഷമായ അർത്ഥം. വിദ് എന്ന സംസ്കൃത ധാതുവിന് അറിയുക എന്നാണ് അർത്ഥം. അറിവിൻ്റെ ഉറവിടമാണ് വേദങ്ങൾ. എല്ലാ മതങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ വേദങ്ങൾ എന്നുള്ള വിശേഷണത്തിന് അർഹമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ബൈബിളിനെയും കെ.വി. സൈമൺ വേദം എന്ന് വിളിക്കുന്നത്. ആ വേദത്തിൻ്റെ പുനരാവിഷ്കാരമായ തൻ്റെ കാവ്യത്തിന് അദ്ദേഹം വേദവിഹാരം എന്ന് പേരു നൽകിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉത്പത്തി കഥയിലെ സുദീർഘമായ ആ കഥാവിവരണത്തിലെ സന്ദർഭങ്ങളെ ഔചിത്യപൂർവ്വം തിരഞ്ഞെടുത്ത് എങ്ങനെയാണ് മനോജ്ഞമായ കാവ്യശില്പങ്ങളാക്കി കെ.വി. സൈമൺ പുനരവതരിപ്പിക്കുന്നത് എന്നാണ്. ഇതിൽ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് പറുദീസയുടെ മനോജ്ഞമായ വർണ്ണനയാണ്. ഇക്കാര്യത്തിൽ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റിനെ കെ.വി. സൈമൺ ഉപജീവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മിൽട്ടനോടുള്ള അതിരുകടന്ന ആരാധനാ മനോഭാവം അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിലുകളിൽ വളരെ പ്രകടമാണ് താൻ. പാരഡൈസ് ലോസ്റ്റ് എന്ന വിശ്വോത്തര രചന മഹാകവി കെ.വി. സൈമണെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതിൽ അത്ഭുതമില്ല. മിൽട്ടനെ വായിച്ചിട്ടുള്ള ആർക്കും ഇത്തരമൊരു സ്വാധീനത്തിൽ നിന്ന് അയാളൊരു കവിയാണെങ്കിൽ പ്രത്യേകിച്ചും രക്ഷപ്പെടാനാവില്ല എന്നത് തീർച്ചയാണ്. തുടർന്നുള്ള ആദി മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ചിത്രീകരണത്തിൽ ഈ സ്വാധീനം വളരെ പ്രകടമാണ് താൻ. ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ച് പറുദീസയിലാക്കിയ ശേഷം ദൈവം അവിടേക്ക് കടന്നു വന്നു. അവിടുന്ന് അവരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മാമക വാത്സല്യത്തിൻ ഭാജനങ്ങളെ, മാമക വാത്സല്യത്തിൻ ഭാജനങ്ങളെ, സാർവഭൗമരും മൂർധ്നിച്ചൂടും മകുടീരത്നങ്ങളെ, ഭൂതലെ നിവസിക്കുമേതു ജീവിയേക്കാളും സ്വാതന്ത്ര്യ ബുദ്ധി മൂലം ശ്രേഷ്ഠരെന്നിരിക്കിലും ദേവരിലൽപ്പം കുറഞ്ഞുള്ളൊരു നിലയിലാണീ വസുന്ധരയിൽ ഞാൻ നിങ്ങളെ നിർമ്മിച്ചതും ദേവതാ സഹജമാം ജീവനിലെത്താനുള്ള സോപാനം മാമകാജ്ഞാപാലനമൊന്നേയുള്ളൂ. അതിനാൽ ചെറുതാകുമീ നിർദ്ദേശം ഞാൻ നൽകുന്നതിനെ നിരന്തരം പാലിച്ചു വാണിടുവിൻ. ഉദ്യാനമിതിലുള്ള പാദപഫലമെല്ലാം മദ്യമാകുന്നു. നിങ്ങൾക്കെന്നാലും അതിൻ മധ്യേ നിൽക്കുന്ന ഗുണദോഷജ്ഞാന വൃക്ഷത്തിൻ ഫലമോർക്കുവിൻ. ഭക്ഷിക്കരുതെന്നു ഞാൻ തടയുന്നേൻ. ഈ സന്ദർഭം നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്ന ഒരു വസ്തുതയുണ്ട്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ദാ ഇവിടെ താഴേക്ക് ഇറങ്ങി വന്ന് എല്ലാ മനുഷ്യരുടെയും വാത്സല്യനിധിയായ ഒരു പിതാവായി മാറുന്നു. എത്ര സ്നേഹത്തോടെയാണ്, എത്ര പ്രതീക്ഷയോടെയാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസയിലാക്കിയത്. അവരോട് പറഞ്ഞു, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും കാൾ ഉയർത്തി, എന്നാൽ ദേവഗണങ്ങളെക്കാൾ അല്പം മാത്രം താഴ്ത്തി ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. എനിക്കുള്ള സ്വതന്ത്രമായ ബുദ്ധിയും സ്വതന്ത്രമായ മനസ്സും ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഈ ലോകം സമ്മാനമായി തന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം,
അതിമനോഹരമായ അതിസമൃദ്ധമായ ഈ പറുദീസയ്ക്കുള്ളിൽ നിങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. അത് ഈ തോട്ടത്തിൻ്റെ മധ്യത്തിലുള്ള നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലമാണ്. അത് നിങ്ങൾ ഭക്ഷിച്ചാൽ, എൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചാൽ, മരണത്തിൻ്റെ കരാളമായ വക്രത്തിലേക്ക് നിങ്ങൾ യാത്ര പോകേണ്ടി വരും. മറിച്ച് എന്നെ അനുസരിച്ചാലോ, ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ ചെറിയ കുറവുണ്ടല്ലോ, ദേവഗണത്തേക്കാൾ അല്പം താഴ്ന്ന് എന്നുള്ളത്, അതുകൂടി ഇല്ലാതായി നിങ്ങൾ എന്നെപ്പോലെ ആയിത്തീർന്ന് അനശ്വരമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറും. ഇങ്ങനെ സ്നേഹപൂർവം കരുണാപൂർവം തൻ്റെ മക്കളോട് പറഞ്ഞ ശേഷം ആ വലിയ പിതാവ് മടങ്ങിപ്പോയി. പക്ഷേ എന്തുണ്ടായി നമുക്കറിയാം. അത് കെ വി സൈമൺ വളരെ മനോഹരമായി കാവ്യാത്മകമായി തൻ്റെ ഈ കൃതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. സാത്താൻ്റെ സർപ്പരൂപത്തിലുള്ള പറുദീസ പ്രവേശം, അവൻ്റെ മനോജ്ഞങ്ങളായ വാക്കുകൾ കൊണ്ട് ഹവ്വയെ പ്രലോഭിപ്പിക്കുകയും സ്വാധീനിക്കുകയും തൻ്റെ ഇച്ഛയ്ക്ക് വഴക്കുകയും ചെയ്യുന്ന സന്ദർഭം. പഴം ഭക്ഷിച്ചതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാവുന്നതുപോലെ ദാരുണമായ ആ സന്ദർഭത്തിൻ്റെ കാവ്യാത്മകമായ ആവിഷ്കാരം കെ വി സൈമണിൻ്റെ വേദവിഹാരത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ അടുത്ത് സ്വയം മറന്നു നിൽക്കുന്ന ഹവ്വയുടെ മുന്നിലേക്ക് സാത്താൻ സർപ്പരൂപത്തിൽ ഇഴഞ്ഞെത്തുന്നത്, അവൻ്റെ കൗശലം നിറഞ്ഞ വാക്കുകളിൽ അവൾ വീണുപോകുന്നത്, അവൻ്റെ പ്രലോഭനത്തിൽ അവൾ വഴങ്ങിപ്പോയത്, അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് പഴം ഭക്ഷിച്ചത്, ആ പഴം ഭക്ഷിച്ചപ്പോഴുണ്ടായ നൈമിഷികമായ ആഹ്ലാദത്തിൽ മതിമറന്ന് അത് തൻ്റെ ഭർത്താവിന് കൂടി കൊടുക്കാൻ വേണ്ടി ആവേശത്തോടെ അവൾ ഓടിപ്പോകുന്നത്, പഴവും കയ്യിലെന്തി വരുന്ന ഹവ്വയെ കണ്ട് തൻ്റെ പ്രിയതമയെ കണ്ട് ആദം നടുങ്ങിപ്പോകുന്നത്, അദ്ദേഹത്തിൻ്റെ നെഞ്ച് കിടുകിടുക്കുകയും തൊണ്ട പിടുപിടുക്കുകയും ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ണീർ നിറയുന്നത്. നിമിഷങ്ങൾ നിശബ്ദമായി നിന്ന ശേഷം അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു, ജീവിതത്തിലെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഇവളോട് പങ്കുചേരേണ്ടവനാണ് ഞാൻ. ഈ പഴം ഭക്ഷിച്ച് ഇവൾ മരണം വരിച്ചിരിക്കുകയാണ്. ഇത് ഭക്ഷിച്ചാൽ ഞാനും മരിക്കും. ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ലംഘിക്കുന്നത്. പക്ഷേ ഇവളോടുള്ള എൻ്റെ സ്നേഹം അങ്ങനെ ചെയ്യാൻ എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഞാനും ഈ പഴം ഭക്ഷിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യ മാതാപിതാക്കൾ പിതാവ് അന്ന് മുന്നറിയിപ്പ് നൽകിയതുപോലെ മരണത്തിൻ്റെ കരാളമായ വക്രത്തിലേക്ക് സ്വയം വലിച്ചെറിഞ്ഞത്. ഇവിടെ നിന്ന് മുന്നോട്ടുള്ള നിരവധിയായ സന്ദർഭങ്ങൾ, എത്രയോ ബൃഹത്തായ ഇതിഹാസ കഥയുടെ സന്ദർഭങ്ങളെയാണ് 50 മുഹൂർത്തങ്ങളിൽ ഒതുക്കി അദ്ദേഹം നമുക്ക് സമ്മാനിക്കുന്നത്. ആദ്യ മാതാപിതാക്കൾ ക്ലേശം നിറഞ്ഞ് ജീവിതത്തിൻ്റെ മരുഭൂമിയിലേക്ക് നിർദ്ദയം വലിച്ചെറിയപ്പെടുന്നത്, അവിടെ രോഗങ്ങളും വേദനകളും പാപങ്ങളും യാതനകളുമെല്ലാം അവരെ വേട്ടയാടുന്നത്, പുത്രദുഃഖം കൊണ്ട് ഒരിക്കലും അടങ്ങാത്ത ഹൃദയവേദനയ്ക്ക് അവർ വിധേയരാക്കപ്പെടുന്നത്, എല്ലാം ഹൃദയദ്രവീകരണക്ഷമമായ ഭാഷയിലാണ് സൈമൺ അവതരിപ്പിക്കുന്നത്. പിന്നെ കഥയുടെ ആഖ്യാനതലം നീളുകയാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കഥകളിലൂടെ, സാറായുടെയും ഹാഗാറിൻ്റെയും റബേക്കയുടെയും ലേയായുടെയും എല്ലാം കഥകളിലൂടെ ഈ കാവ്യം നീണ്ടുപോവുകയാണ്. ഇതിലെ ഏറ്റവും ചടുലമായ ആവിഷ്കാരം
ഒപ്പം ദീർഘവും ആയൊരു യൗസേപ്പിൻ്റെ രോമാഞ്ചജനകമായ കഥ തന്നെയാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ ഇളയവരിൽ മുമ്പനായ യൗസേപ്പ് സഹോദരങ്ങളാൽ തന്നെ അപമാനിക്കപ്പെടുന്നത്, പരിത്യജിക്കപ്പെടുന്നത്, പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെടുന്നത്, പിന്നെ വർത്തകർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ നിരവധി മുഹൂർത്തങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഫറവോയുടെ പ്രീതിപാത്രമായി, അവൻ്റെ മന്ത്രിയായി, ആ രാജ്യത്തിൻ്റെ മനസ്സിനെ കീഴടക്കുന്നത്, ജനങ്ങളുടെ പ്രിയങ്കരനായ ഭരണാധികാരിയായി പരിണമിക്കുന്നത്, തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നത്, പിതാവിനെ വിളിച്ചു വരുത്തി ജീവിതത്തിൽ ആശ്വാസം കൊള്ളുന്നത്, ഇതെല്ലാം വളരെ ഉദ്വേഗജനകമായ രീതിയിൽ കെ വി സൈമൺ ആഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് വിസ്തരിക്കേണ്ട കാര്യമില്ല. കഥ നീണ്ടുപോകുമ്പോൾ, എല്ലാ കഥകളും നീണ്ടുപോകുമ്പോൾ അത് മരണത്തിൽ പര്യവസാനിക്കുന്നു. അതുകൂടി പറയാതിരുന്നാൽ ഒരു കഥയും പൂർത്തിയാവുകയില്ല എന്നാണ് ദാർശനിക മതം. കെ വി സൈമണും അതുതന്നെയാണ് ചെയ്യുന്നത്. യാക്കോബിൻ്റെ മരണം, അദ്ദേഹത്തിന് ബഹുമാന്യമായ കബറടക്കം തൻ്റെ മകനായ യൗസേപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകുന്നത്, പിന്നീട് പിതാക്കന്മാരുടെ വഴിയെ തന്നെ ആ യൗസേപ്പും യാത്രയാവുന്നത്. മഹാകവി ഇങ്ങനെയൊരു വിരാമവാക്യം കുറിക്കുന്നു. അത് സംസ്കൃതത്തിലാണ്. ഇതി ബിബ്ലിയ ധർമ്മഗ്രന്ഥേ മോശിനഃ പ്രബന്ധ പഞ്ചകേ ഉത്പത്തികാണ്ഡഃ സമാപ്തഃ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ബൈബിൾ എന്ന ധർമ്മഗ്രന്ഥത്തിൽ മോശയാൽ എഴുതപ്പെട്ട പഞ്ചഗ്രന്ഥിയിലെ ഉത്പത്തികാണ്ഡം സമാപ്തമായിരിക്കുന്നു.